രാവിലെ വാർത്തകളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ്. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരയെ അധിക്ഷേപിച്ച സംഭവത്തിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ്. എം ജി മിഥുൻ ചേരുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരവും തുടരുകയാണ്. എന്താണ് ഇപ്പോൾ കേസിലെ നിലവിലെ സാഹചര്യം? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് നാളെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പാകെ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് വരികയും ചെയ്യും. സ്വാഭാവികമായും ഈ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഈ കേസിൽ വ്യാജ പരാതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു സീൽ വെച്ച കവറിൽ ചില തെളിവുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു MLA ആണ്. MLAക്കെതിരെ വന്നിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഇര നൽകിയ മൊഴികൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപാകെ തന്നെ ഈ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ കോടതി പരിഗണനയ്ക്ക് വെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോട് കൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു MLA കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതെങ്കിലും ഒരു വലിയ കുറ്റവാളിയെ പോലും വലിയ ക്രൂരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടുള്ള വലിയ കുറ്റവാളികളെ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് പിടികൂടുകയും ഒപ്പം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള കേരള പോലീസ്, അത്രത്തോളം കീർത്തികെട്ട കേരള പോലീസാണ് ഇത്തരത്തിൽ ഈ MLA കണ്ടിട്ടില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ MLAക്കായുള്ള അന്വേഷണം വ്യാപകമാകുന്നു, വലവിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് MLA കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇലക്ഷൻ നടക്കുന്ന ഒരു വേളയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 9-ാം തീയതിയാണ് ആദ്യ പോളിംഗ് നടക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വേളയിൽ ഈ ഒരു വിഷയം ഈ ലൈംലൈറ്റിൽ ഇങ്ങനെ നിൽക്കുക, ഇത് ചർച്ചയാക്കപ്പെടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു നടപടി സ്വീകരിച്ചാൽ, അതായത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വാക്കാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനായി ഒരു പരാമർശം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിലൂടെ മനസ്സിലാകുകയും ചെയ്ത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടി കോൺഗ്രസ് എടുത്താൽ അത് ഈ ഇലക്ഷന് മുമ്പിൽ ഈ ഒരു വിഷയം തീർന്നു എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അത് LDF-നെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാതെ പോവുകയും ചെയ്യും. സ്വർണ്ണപ്പാളി വിഷയം അടക്കം അത് വലിയ രീതിയിൽ ചർച്ചയായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രംഗത്ത് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉടൻ തന്നെ MLA അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ള ഒരു സംശയം അത് കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, കേരള പോലീസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിലുടനീളം ഉള്ള മേഖലകളിൽ വ്യാപകമായി ചർച്ചയിൽ നടത്തുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിന് പുറത്തേക്ക് പോയേക്കാം, അതായത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പിടികൂടാനാകുന്നില്ല എന്നുള്ളതാണ്. ഒരു MLA കടന്നു കളഞ്ഞു എന്ന് ഇങ്ങനെ അതായത് ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു MLA കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നാടൊട്ടുക്കും വലവിരിച്ച് MLAക്കായി കാത്തിരിക്കുകയാണ്. MLA വന്ന് കയറും തങ്ങളുടെ വണ്ടിയിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോഴും പോലീസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ അന്വേഷണം MLA കണ്ടെത്താൻ
നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ MLA എവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം പോലീസ് റിപ്പോർട്ട് സ്വാഭാവികമായും അറിയാമെന്നുള്ളതാണ്. പക്ഷേ പിടികൂടാൻ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഇരയ്ക്കെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമായി നടക്കുന്ന സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വ്യാപകമായി ഇരയുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അവസാനം ഇതൊരു ഗൂഢാലോചനയായിരുന്നു, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇരെ അധിക്ഷേപിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതുപോലെ തന്നെ അതേ സംഭവത്തിൽ നിരാഹാരത്തിൽ കഴിയുകയാണ് രാഹുൽ ഈശ്വർ. ജയിലിൽ സമരം തുടരുകയാണ് രാഹുൽ ഈശ്വർ. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് അതിപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, തുടരാം. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാമ്യത്തിനായി ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കോടതി ഈ നടപടികൾ, അതായത് ജാമ്യം നൽകാതെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ന് സെഷൻസ് കോടതിയുടെ മുമ്പാകെ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ശാസ്ത്രീയ പരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ നിന്ന് ആർക്കൊക്കെ ഈ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇരയെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ H. വെങ്കടേഷ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അതാത് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യണം, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെയാണ് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഇരയുടെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, സൈബർ ഇടത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്, അവരെയൊക്കെ പ്രത്യേകം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ 5 പേർക്കെതിരെയായിരുന്നു നേരത്തെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. അതിനൊന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യർക്കെതിരെ സമാനമായ കേസുണ്ട്. ഇന്ന് സന്ദീപ് വാര്യർ നൽകിയ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ഈ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇന്ന് സന്ദീപ് വാര്യറിന്റെയും രാഹുൽ ഈശ്വറിന്റെയും ജാമ്യാപേക്ഷകൾ ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഇരുവർക്കും ഒരേ സമാനമായ രീതിയിലുള്ള നടപടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ജാമ്യം നൽകുന്നത് റദ്ദ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ സന്ദീപ് വാര്യരും റിമാൻഡിലേക്ക് പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് ഇരയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുന്നുണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടിയുടെ കാറിൽ, ഒരു ചുവപ്പ് പോളോ കാറിൽ പോയതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അത് ഏത് നടിയാണ് എന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മുൻകാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലമായ പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ, അതായത് ഈ വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് വീട് വെച്ച് നൽകുന്ന ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു നടിയാണ് എന്നടക്കമുള്ള ചില സൂചനകൾ അത് വരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചില അഭ്യൂഹങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപകമാക്കുന്നുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന ഒരു വിശദീകരണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് രാഹുൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ DVR ഉൾപ്പെടെ അവിടുത്തെ ദൃശ്യങ്ങളടക്കം ഇത്തരത്തിൽ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കെയർടേക്കറെ സ്വാധീനിച്ച് ഈ ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയർടേക്കറെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് പറയുന്ന വളരെ വിചിത്രമായ ഒരു വാദമെന്ന് പറയുന്നത് MLA സഞ്ചരിച്ച്, അതായത് MLA രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ അല്ലെങ്കിൽ ആ റോഡുകളിലൊന്നും തന്നെ ഒരു CCTV ക്യാമറകളില്ല. ആ CCTV ക്യാമറകൾ ഇല്ലാത്ത വഴികളിലൂടെയാണ് ഇത്തരത്തിൽ MLA കടന്നു കളഞ്ഞതെന്നാണ് പറയുന്നത്. പാലക്കാട് പോലൊരു നഗരം, പാലക്കാട് MLAയുടെ
ഫ്ലാറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്ന പ്രദേശങ്ങളിലൊക്കെ നിരവധി ഷോപ്പുകളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ CCTV ക്യാമറകളൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ ഇതൊക്കെ വെട്ടിച്ച് എങ്ങനെ MLAക്ക് കടന്നു കളയാമെന്നുള്ള കാര്യമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള വിചിത്രവാദങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. 6 ദിവസം പിന്നിട്ടിരിക്കുന്ന ഒരു MLA മുങ്ങിയിട്ട് എന്നുള്ളതാണ്. കുറ്റവാളികളെ പോലും ഇത്തരത്തിൽ പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ നിരത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സംശയം ജനിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണോ ഇങ്ങനെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. എന്തായാലും ഉടൻ തന്നെ MLA പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെയാണ് MLAയുടെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതി പരിഗണിക്കുക. സ്വാഭാവികമായ ഒരു കടുത്ത നടപടി ഉണ്ടാകുമോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ കണ്ണൂരിലും കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതിജീവിതയുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്തെന്നാണ് FIR.